മുനമ്പത്തെ വഖഫ് വിഷയം വലിയ വിഷയമായിട്ട്, അതായത് നമ്മൾ പറയുന്നത് തീ ആളിക്കത്തുന്നത് പോലെ കത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് സർക്കാർ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരുപാട് കുടുംബങ്ങളുടെ ഒരു അവസ്ഥ കൂടിയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനെ മുതലെടുക്കാനായിട്ട് BJP നിലനിൽക്കുന്നുണ്ട്. അപ്പൊ BJP ഇതിനിടയിൽ സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു മുതലെടുപ്പിന് ശ്രമിക്കാൻ പറ്റുന്ന ഒരു വിഷയമായതുകൊണ്ട് അവരും അതിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ സർക്കാർ പറയുന്നത്, VD സതീശൻ മുഖ്യമന്ത്രിയായ സമയത്ത് പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നുള്ളതായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം. പിന്നെ എന്തിനാണ് അത്തരത്തിലൊരു വെറും വാക്ക് പറയുകയും ദീപികയിൽ ഉൾപ്പെടെ ഒരു മുഖപ്രസംഗം എഴുതുന്ന രീതിയിലേക്കൊക്കെ ക്രൈസ്തവ സഭകളൊക്കെയും സർക്കാരിനെതിരെ തിരിയുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത്? ഇതിൽ ഒന്നാമത്തെ കാര്യം പ്രജിത അറിയേണ്ടതും പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുള്ള കാര്യം, ഇത് മുനമ്പം ഇഷ്യൂ കൈവിട്ടു പോയി. ഇത് മുനമ്പം ഇഷ്യൂ ഇപ്പൊ ഏതാണ്ട് 400 കുടുംബക്കാരുടെയോ വീട്ടുകാരുടെയോ ഒന്നും മാത്രം ഇഷ്യൂ അല്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ 610 കുടുംബങ്ങളാണ് ഉള്ളത്. അവരുടെ ഇഷ്യൂ പോലും അല്ല. ഇപ്പൊ ഇത് യഥാർത്ഥത്തിൽ വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകാൻ പോകുന്ന, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിപ്പോ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാളി കത്തുന്നതിനിടക്കാണ് തൽക്കാലത്തേക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ 10 മിനിറ്റ് 11 മിനിറ്റ് 12 മിനിറ്റ് കൊണ്ടൊക്കെ പരിഹരിക്കുമെന്നൊക്കെ പറയുന്നത്. സതീശൻ അങ്ങനെ വീക്ക്നെസ്സുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ അറിയപ്പെടുന്നത് വെറും ഡയലോഗ് സതീശൻ എന്നാണ്. അതാണ് BD എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കാര്യമല്ല, അത് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 1 മണിക്കൂറിനകം ഞങ്ങള് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യമാണ്. ലാസ്റ്റ് ഡൽഹി ചെന്ന് ഇടിയുണ്ടാക്കി എല്ലാവരും കൂടി മറ്റേ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന്റെ തലേദിവസമാണ് ഇവിടെ എത്തിയത്. എന്ന് പറഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള ഒരു ഡെഡ് ലൈൻ വെച്ചേക്കണോണ്ടാണ്. അന്ന് തന്നെ വന്ന ട്രോളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് ഇലക്ഷന് ശേഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ലാസ്റ്റ് തീരുമാനം വന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നമാണ്. അതുപോട്ടെ, ഇനിയിപ്പോ അത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതാണ്. ഈ കേസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമതിലെ രാഹുൽ ഈശ്വർ 30 സെക്കൻഡും പുള്ളി 10 മിനിറ്റും ഒക്കെ ചോദിക്കുന്ന പോലെ ചോദിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. 10 എന്ന് പറഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞു വന്നിട്ട് 10 മിനിറ്റിന്റെ പ്രശ്നം തീർക്കാൻ പറ്റില്ല, തീർക്കാനും പറ്റില്ല.